എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരുവീടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ BA റിസൾട്ടുകൾ ബാക്കിയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ റിസൾട്ടും പുറത്തുവിട്ടു. റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? റീവാലുവേഷനിൽ മാർക്ക് കൂടിയാൽ അടച്ച ഫണ്ട് റീഫണ്ട് കിട്ടുമോ? റീവാലുവേഷൻ ഫോട്ടോ കോപ്പി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക? എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചു. BA റിസൾട്ടുകളൊക്കെയാണ് വരാൻ ബാക്കിയുണ്ടായിരുന്നത്. ആ റിസൾട്ടുകളും ഒക്കെ ഉൾപ്പെടെ മുഴുവൻ റിസൾട്ടുകളും ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇനി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് ആയാൽ പോലും HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ആയാൽ പോലും ഇനി ഒരു റിസൾട്ട് പോലും ബാക്കിയില്ല. അപ്പോൾ എല്ലാ റിസൾട്ടും പുറത്തു വന്നു കഴിഞ്ഞു. ഇനി അടുത്ത വിദ്യാർത്ഥികളുടെ ചോദ്യം, റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന്. ഈ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. റീവാലുവേഷൻ എന്താണെന്നും ഫോട്ടോ കോപ്പി എന്താണെന്നും സ്ക്രൂട്ടണി എന്താണെന്നും ഇതുവരെ കൊടുക്കാത്ത പല വിദ്യാർത്ഥികളൊക്കെ കാണുന്നത് 2 സെമ്മുകളിലും എല്ലാ വിഷയത്തിനും പാസ്സാകുകയും മൂന്നാമത്തെ സെമ്മിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് സപ്ലൈ ഒക്കെ വരിക അല്ലെങ്കിൽ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടറിയുടെ പുറകെയൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നത്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേപ്പർ യൂണിവേഴ്സിറ്റി വീണ്ടും വാല്യുവേഷൻ നടത്തും. നിങ്ങളിപ്പോൾ റീവാലുവേഷൻ കൊടുക്കാൻ ഏതാണ്ട് 780 രൂപയോളമാണ് ഫീസ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ 780 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ യൂണിവേഴ്സിറ്റി പുനർമൂല്യനിർണ്ണയം നടത്തുന്നത് പുതിയൊരു അധ്യാപകൻ വന്ന് വീണ്ടും പേപ്പർ വാല്യുവേറ്റ് ചെയ്യും. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കൈ കിട്ടും. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടി കൂട്ടി നോക്കും. ഞാൻ എപ്പോഴും ഇതിൽ ഫോട്ടോ കോപ്പിനും സ്ക്രൂട്ടണിനും ഞാനൊരിക്കലും എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഇൻഡിവിജ്വൽ അഭിപ്രായത്തിൽ ഞാനൊരിക്കലും ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ വ്യക്തിപരമായ ഇൻഡിവിജ്വൽ അഭിപ്രായത്തിൽ ഞാൻ ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ റീവാലുവേഷനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. കാരണം റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. ഫോട്ടോ കോപ്പിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു 300 രൂപ നിങ്ങൾ ആദ്യം അടയ്ക്കണം. 300 രൂപ ആദ്യം അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്കതിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടുക. ഇനി അഥവാ നിങ്ങൾ ഈ ഫോട്ടോ കോപ്പി കിട്ടിയ ശേഷം നിങ്ങൾക്ക് ആ പേപ്പർ വീണ്ടും റീവാലുവേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ വീണ്ടും 780 രൂപ കൊടുക്കണം. ആദ്യം നിങ്ങൾ 300 രൂപ കൊടുത്തിട്ടാണ് ഫോട്ടോ കോപ്പി വാങ്ങുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ആ പേപ്പർ റീവാലുവേഷൻ നടത്തണമെങ്കിൽ വീണ്ടും നിങ്ങൾ 780 രൂപ കൊടുക്കണം. അതിലും ഭേദം ഡയറക്റ്റ് റീവാലുവേഷൻ കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മാർക്കൊന്ന് കൂട്ടി നോക്കുക മാത്രമാണ് സ്ക്രൂട്ടണിലൂടെ ചെയ്യുക. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും സ്ക്രൂട്ടണിലില്ല. ഏതാണ്ട് 200 രൂപയോളം അതിന് കൊടുക്കുകയും വേണം. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യുള്ളൂ, റീവാലുവേഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം റീവാലുവേഷൻ മാത്രമാണ് എനിക്കൊരു വെർത്തായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം റീവാലുവേഷൻ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അത് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഫോട്ടോ കോപ്പി കിട്ടുന്നതിനെ കഴിഞ്ഞും അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കൂട്ടി നോക്കുന്നതിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ ഒന്നുകൂടെ റീവാലുവേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുന്നതാണ്. അത് തന്നെയാണ് ദാറ്റ് ഇസ് ആൻ ബെറ്റർ ഓപ്ഷൻ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീവാലുവേഷൻ കൊടുക്കുന്നത് ഏതാണ്ട് 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒന്ന്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 16 മാർക്ക് ജയിക്കാൻ വേണം. എന്നാൽ നിങ്ങൾക്ക് 14 15 മാർക്കേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നിങ്ങൾ ഫെയിലായിപ്പോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിചാരിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ 25 മാർക്കോ 30 മാർക്കോ മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചതിന് കഴിഞ്ഞും 5 to 10 മാർക്ക് നിങ്ങൾക്ക് കുറവാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്.
ഇനിയിപ്പോൾ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഇഷ്ടമാണ്. ഞാൻ എന്താണ് ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സപ്പോർട്ട് ചെയ്യാത്തതും റീവാലുവേഷനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നത്, വിചാരിച്ച മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൊടുത്തു 300 രൂപ ഫോട്ടോ കോപ്പി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പേപ്പർ വാല്യൂട്ട് ചെയ്യും, നിങ്ങളുടെ അധ്യാപകനെ കൊണ്ടും പേപ്പർ വാല്യൂട്ട് ചെയ്യും. നിങ്ങൾ വാല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിച്ച മാർക്ക് എത്തുന്നുണ്ടാവും. നിങ്ങൾ 300 രൂപ കൊടുത്തിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി എത്തിയത്. 300 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾ പേ ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി ചെയ്തത്. ഇനി ആ 300 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ലഭിക്കുകയില്ല. ഇനി ആ 300 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പിന്നെ നിങ്ങളെ അധ്യാപകനെ കൊണ്ടും നിങ്ങൾ പേപ്പർ നോക്കിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മാർക്ക് കൂടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മാർക്ക് എന്ത് ചെയ്യും? ആ കൂടുന്ന മാർക്ക് റിസൾട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എന്ത് ചെയ്യണം? ആ പേപ്പർ വീണ്ടും വാല്യുവേഷൻ നടത്തണം. യൂണിവേഴ്സിറ്റി ആ പേപ്പർ വാല്യുവേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ വീണ്ടും റീവാല്യുവേഷൻ ഫീ 780 രൂപ അങ്ങോട്ട് കൊടുക്കണം. ആ 300-ന് പുറമേ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. അതിലും ഭേദം ഡയറക്റ്റ് റീവാല്യുവേഷൻ കൊടുക്കുന്നതല്ലേ നല്ലത്. സ്ക്രൂട്ടണി എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുക മാത്രമേ ഉള്ളൂ. അധ്യാപകരൊക്കെ വളരെ കൃത്യമായും വ്യക്തമായിട്ടുമായിരിക്കും മാർക്ക് കൂട്ടിയിടുന്നു. ആദ്യം തന്നെ അവർ കണക്ക് കൂട്ടുന്നതിൽ യാതൊരു തെറ്റ് വരാനുള്ള സാധ്യത പോലുമില്ല. അങ്ങനെ വരുമ്പോൾ സ്ക്രൂട്ടണി വഴി മാർക്ക് കൂടാനുള്ള സാധ്യതയും വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ റീവാല്യുവേഷനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക. ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണ്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഫോട്ടോ കോപ്പിനെക്കുറിച്ചും റീവാല്യുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയെക്കുറിച്ച് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയെക്കുറിച്ച് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണ്, നിങ്ങൾ പ്രായപൂർത്തിയായ വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി കൊടുക്കണോ വേണ്ടത്. ഞാനിത് ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കും യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, കാരണം നിങ്ങളാണ് എമൗണ്ട് മുടക്കുന്നത്. ഇപ്പം റീവാലുവേഷൻ 780 രൂപ, ഫോട്ടോ കോപ്പിക്ക് ഏതാണ്ട് 300-നടുത്ത്, സ്ക്രൂട്ടണിക്ക് ഏതാണ്ട് 200-നടുത്ത്. ഈ പണം മുടക്കേണ്ടത് ഞാനല്ല, അത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ പണം മുടക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. ഞാൻ ഫോട്ടോ കോപ്പി കൊടുക്കണം, റിവാലുവേഷൻ കൊടുക്കണം, ഫോട്ടോ കോപ്പി കൊടുക്കണം, സ്ക്രൂട്ടണി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാര്യമുണ്ടാകാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊന്നും ഇത് വർക്ക് ആകാറുമില്ല. ഇനി റീവാലുവേഷനിൽ മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. റീവാലുവേഷനിൽ മാർക്ക് കൂടിയാൽ ഞാൻ പറഞ്ഞത് ഏതാണ്ട് 8 to 10 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് പോകണം. 8 to 10 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് കൂടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അടച്ച ഫണ്ട് റീഫണ്ട് കിട്ടുക. 8 to 10 മാർക്കിന് മുകളിലേക്കോ 8 to 10 മാർക്കോ അതിന് മുകളിലേക്കോ കൂടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അടച്ച പൈസ റീഫണ്ട് കിട്ടുക. അതിന് താഴേക്കാണ് നിങ്ങൾക്ക് കൂടുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഉയരും, പക്ഷേ എന്നാൽ അടച്ച പൈസ വെള്ളത്തിലാകുന്നതായിരിക്കും, കിട്ടിയല്ല. 8 മാർക്കോ അതിന് മേലേക്കോ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് നൽകാവുന്നതായിരിക്കും. അതുപോലെ തന്നെ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിനായി നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ഉണ്ടാവുമല്ലോ. ഓരോ വിദ്യാർത്ഥിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ഉണ്ട്. ഓരോ വിദ്യാർത്ഥിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അവിടെ റീവാലുവേഷൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ഇപ്പോൾ വന്ന റിസൾട്ടിൻ്റെ ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിൽ നിങ്ങൾ എഴുതിയ 5 വിഷയങ്ങളും കാണും. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയിൽ നിന്നും 5 വിഷയത്തിന് നേരെയും കാണും. നിങ്ങൾക്ക് ഏത് വിഷയത്തിന് റീവാലുവേഷനാണോ വേണ്ടത്, ഫോട്ടോ കോപ്പിയാണോ വേണ്ടത്, സ്ക്രൂട്ടണിയാണോ വേണ്ടത്, എത്ര വിഷയം കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അടിയിൽ പേ ഫീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്കുള്ള അപേക്ഷ യൂണിവേഴ്സിറ്റിയിലേക്ക് അന്തിമമായി സമർപ്പിക്കപ്പെടുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ അപേക്ഷ സമർപ്പിക്കാം. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരേദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.